അടുത്ത കാലത്ത് ഇസ്രായേൽ നടത്തിയ കൊലപാതക പരമ്പരകൾക്കുള്ള തിരിച്ചടിയാണ് തങ്ങൾ നടത്തിയതെന്നാണ് ഈ വ്യോമാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പറഞ്ഞത്. ഹമാസിന്റെ നേതാവ് ഇസ്മയിൽ ഹനയ്യ, അതുപോലെ ഹിസ്ബുള്ളയുടെ ഹസൻ നസറല്ല എന്നിവർ കൊല്ലപ്പെട്ടത് ഇറാന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഏകദേശം ഒരു മണിക്കൂർ നേരം ജനങ്ങളോടൊക്കെ ഭൂഗർഭ അറകളിൽ പ്രവേശിക്കുവാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ ഏത് സമയവും ഒരു ആക്രമണം നടത്തുമെന്ന് അമേരിക്കയ്ക്ക് മിലിറ്ററി ഇന്റലിജൻസ് രാവിലെ തന്നെ ലഭിച്ചതിനെ തുടർന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും വൈറ്റ് ഹൗസിൽ തന്നെ നിന്ന് ഈ ദേശീയ സുരക്ഷാ കൗൺസിൽ ടീമിനോടൊപ്പം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. സിറ്റുവേഷൻ റൂമിൽ നിന്ന് ഈ മിസൈൽ ആക്രമണം അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ ഒരു പാലസ്തീൻ പൗരൻ കൊല്ലപ്പെട്ടതൊഴിച്ചാൽ ഈ വ്യോമാക്രമണത്തിൽ ആളപായം ഒന്നും ഉണ്ടായതായിട്ട് ഇതുവരെ റിപ്പോർട്ടുകളില്ല. ഈ മിസൈലുകൾ മിക്കതും പ്രതിരോധിച്ചതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത്. ഈ ഭൂമിയിൽ പതിച്ച പലതും നേരത്തെ റിജിത്ത് ചോദിച്ച പോലെ മധ്യ ഇസ്രായേലിലും തെക്കൻ ഭാഗത്തുമായിരുന്നു. എന്നാൽ ഈ ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ ഈ ഹെഡ്ക്വാർട്ടേഴ്സായ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ 1 കിലോമീറ്റർ അടുത്ത് വരെ ഈ മിസൈൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്.